വെൽക്കം ടു ഡ്രീം ട്രാവൽ ആർജെ. നേരം വെളുത്ത് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും രാവിലെ തന്നെ ഞാൻ ഹാർബറിൽ പോയതാണ്, നീണ്ടകര ഹാർബറിൽ. ഓരോ ബോട്ടുകളും ഒക്കെ വന്നതേ ഉള്ളൂ. അതുമല്ല, പൊതുവേ നിങ്ങൾക്കറിയാം, മീനുകൾക്കൊക്കെ വിലയും കുറവാണ്, മീനും കുറവാണ്. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ മാക്സിമം ആളുകളുമായിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം. അപ്പോൾ വന്നപ്പോൾ തന്നെ കൂടുതലും കിളിമീനാണ് ആദ്യം തന്നെ ഞാൻ കണ്ടത്. ഒരു വെയിറ്റ് നോക്കിയിട്ട് കൊട്ടയിലോട്ട് തട്ടി മാറ്റുകയാണ്. പിന്നെ പൊതുവേ ഉണ്ടായിരുന്ന കണക്ക് തന്നെ കേരച്ചൂരയൊക്കെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അതുപോലെ ചൂരയ്ക്കൊക്കെ വളരെ വില കുറവായിരുന്നു. നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് കാണാൻ പറ്റും. അതിൻ്റെ ലേലം വിളിയും കാര്യങ്ങളൊക്കെ ഞാനത് വോയിസ് കട്ട് ചെയ്യാതെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മിക്കയിടത്തും ചൂര, ആവോലി, പാലാമീൻ ഇങ്ങനെയുള്ള ഇതായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ നോക്കുകയാണെങ്കിൽ ചൂരമീൻ തന്നെ ആയിരുന്നു. ഇതെല്ലാം തന്നെ കാണുമ്പോൾ തന്നെ അറിയാം, ഇതെല്ലാം ലേലം വിളിക്കാൻ ആക്ച്വലി ആളുകൾ ഇല്ല. മീൻ വിളിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ആളുകളും ഇല്ല, മീനിനധികം വിലയുമില്ല. അവർ വിളിക്കുന്നതിനകത്ത് താഴോട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മീനിൻ്റെയൊക്കെ വില ഇപ്പം എന്ത് രീതിക്കാണ് നിൽക്കുന്നത്. പൊതുവെ മീൻ കുറവാണ്, വള്ളങ്ങളും ബോട്ടുകളും കുറവാണ്. പോകുന്ന ബോട്ടുകൾക്ക് തന്നെ കൂടുതലും എണ്ണക്കടത്തിലാണ് വരുന്നത്. അത് കാരണം അവർക്ക് ഉള്ള മീനിനകത്ത് തന്നെ നല്ല വിലയും കിട്ടുന്നില്ല അവർക്ക്. ഇതൊക്കെ മീൻ ഓൾറെഡി ലേലം വിളിച്ചതിന് ശേഷം കൊട്ടയിലാക്കി സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. കുറേ മീനുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കൊട്ടയിലാക്കിയിട്ട്. ലേലം വിളിച്ചതിന് ശേഷമാണ് കൂടുതലും വലിയ മീനും ചെറിയ മീനും തെരണ്ടിയും എല്ലാ തരവും മീനുകളും എല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. നീണ്ടകര ഹാർബറിൽ മീൻ മേടിക്കാൻ വരുന്നവർക്ക് കറക്റ്റ് സമയം 5 മണിയോടുകൂടി ഹാർബറിൽ വരിക. രാവിലെ വെളുപ്പാങ്കാലത്ത് 5 മണി. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ 5:30 അടുപ്പിച്ചാണ് മീനിന് ലേലം വിളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വരുന്നവർ കറക്റ്റ് 5:30 സമയത്ത് തന്നെ രാവിലെ വരാൻ നോക്കുക. അവൻ വന്നാൽ പിടിച്ച് മീനെടുത്തുണ്ടോ? 410, 420, 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 430, 430, 430. ഇതവർ ഓൾറെഡി ലേലം വിളിച്ചതിന് ശേഷം അവിടെ തന്നെ കട്ട് ചെയ്ത് പീസാക്കിയിട്ട് കൊട്ടയിലാക്കി കൊണ്ടുപോകാനാണ്. അല്ലാതെ ഒരുമിച്ച് ഇത് കണക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് പാടാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാനത് മൊത്തം കാണിച്ചില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് ഞാനത് വീണ്ടും കാണിച്ചു തരാം. ഇതെല്ലാം അവർ കട്ട് ചെയ്ത് മാറ്റും, അതിനാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. ഇത് ലേലം വിളിക്കുന്നതിന് മുമ്പ് കൊട്ടയിലാക്കി അവർ ആ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ ചുമട് തൊഴിലാളികൾ ഹാർബറിനകത്തുള്ള അവരാണ് ആ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്തും കാണുന്നതെല്ലാം നല്ല ഫ്രഷ് ചൂരയാണ് കൂടുതലും വാരി ഇടുന്നത്. നിങ്ങൾക്കത് കാണാം. നമുക്ക് കുറച്ച് ബോട്ടിലുള്ള ഇതും കൂടി നോക്കാം. ബോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിറച്ച് ചൂരയാണ്. അവിടെ ഒരു ഹോളാണ് കാണുന്നത്, അത് സ്റ്റോറേജാണ്. ആ സ്റ്റോറേജിനകത്ത് ഐസോട് കൂടിയാണ് ഇവർ കടലോട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ പോകുന്നത്. അപ്പം മീൻ പിടിച്ചതിന് ശേഷം ആ ഐസ് ആയിട്ട് സ്റ്റോറേജിൽ ഈ മീനെല്ലാം സേവ് ചെയ്ത് വെക്കുകയാണ് അവർ ചെയ്യുന്നത്. എല്ലാം കിടക്കുന്നതും ചൂരയാണ്. ഇവർക്കെല്ലാം ചൂരയാണ് കിട്ടിയത്. ഇത്രയും ചൂര വെറ്റ് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഈ പോയ കാശ് പോലും മുതലാവുമെന്ന്. കൂടുതലും ബോട്ടുകൾ അവിടെ പറയുന്നുണ്ടായിരുന്നു എണ്ണക്കടത്തിലാണ് വന്നതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് ആ മീനിനിപ്പം വില കിട്ടുന്നില്ല. ഹാർബർ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 4 ആഴ്ച ആയിട്ടുണ്ടെങ്കിലും മീനുകൾ കുറവാണ് പൊതുവെ. അതുമല്ല, അതിനനുസരിച്ചുള്ള വിലയും അവർക്ക് ഇതുവരെ കിട്ടുന്നില്ല. നോർമലി ഉള്ളവർ ഇത്രയും മീനുകൾ കാണുമ്പോൾ തന്നെ ചാകരയാണെന്ന് പറയും. പക്ഷേ ഇത് ചാകരയല്ല, ഇത് വളരെ കുറവാണ് മീനൊക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ മീൻ വരുന്ന സമയത്ത് നമ്മളത് കാണിക്കുന്നതായിരിക്കും. മീൻ വരും, ഇനിയും വരും, മീനിന് വില കൂടും. പക്ഷേ നിലവിലുള്ള സ്ഥിതി ഇതാണ്, മീനിന് വില കുറവാണ്, മീനും കുറവാണ്.
ഇത് ഈ ബോട്ടിൽ നിങ്ങൾക്ക് ചുവന് കാണാം, ആ ഹോളിലൂടെ മീനും ഐസുമായിട്ട് മിക്സായി കിടക്കുന്നത്. സൈഡിലൂടെ നിങ്ങളൊന്ന് ചുവന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചൂര ഐസിനകത്ത് നിറച്ച് അവർ മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ ഈ അടുപ്പിച്ചടുപ്പിച്ചിട്ടിരിക്കുന്ന എല്ലാം ബോട്ടുകളാണ്. വന്ന ബോട്ടുകൾ ഇത് അവർ കൊട്ടയിലേക്ക് എടുത്തുകൊണ്ട് വരുന്നത് ഈ ഓരോ ബോട്ടും ക്രോസ് ചെയ്താണ് അവർ വളരെ സേഫായിട്ട് നടന്നു വരുന്നത്. ഈ നടന്നു വരുന്നുണ്ടോ, രണ്ടാമത്തെ ബോട്ടിൽ നിന്ന് മീനും എടുത്ത് ഇപ്പുറത്തെ ബോട്ട് ക്രോസ് ചെയ്ത് അവർ നടന്ന് ഇപ്പുറത്തോട്ട് കരയിലോട്ട് പയ്യെ കയറും. അങ്ങനെയാണ് അവർ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വരുമ്പോഴത്തേക്കും ഹാർബറിൽ വരുമ്പോഴത്തേക്കും ബോട്ട് അടുപ്പിച്ചിടുന്ന ഇതാണ് കാണുക. ഒരു ബോട്ടിനടുത്താണ് ഇങ്ങനെ അടുപ്പിച്ചിടുന്നത്. നേരത്തെ കട്ട് ചെയ്ത ഇതാണ്, അതെല്ലാം അവർ കട്ട് ചെയ്ത് ചെറിയ പീസ്, ഇത്രയും വലിയ മീൻ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കൊണ്ടുപോവുകയാണ്. നിറച്ച് മീനുകളുണ്ടായിരുന്നു, എന്നാലും പൊതുവേ ഉള്ളതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ഇതെല്ലാം ലേലം വിളിച്ചതിന് ശേഷം കൊട്ടയിലോട്ട് മാറ്റിയിട്ടിരിക്കുന്നതാണ്. ഇത് എപ്പോഴും നമ്മൾ കാണിക്കാനുള്ളതാണ് മീൻ വെട്ടുന്നവർക്ക്. അവർക്ക് ഇന്ന് നിറച്ച് മീൻ വെട്ടാൻ വേണ്ടിയിട്ട്, അത് തന്നെ സാധാരണക്കാർ കുറേ പേര് ഇപ്പോൾ വന്ന് വാങ്ങിക്കുന്നുണ്ട് ഇവിടെ. അതായത് വീട്ടിലാവശ്യത്തിനും പിന്നെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എടുക്കാൻ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ബൾക്കായിട്ട് എടുക്കുമ്പോഴത്തേക്കും നല്ല ലാഭം തന്നെയാണ്. കണ്ടോ, നേരത്തെ 150 വിളിച്ചിട്ട് ഇപ്പോൾ 130 പോയി. അതാണ് വില കുറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണത്തില്ല, ഒന്നും കൂടി ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. ചില മീൻ വിളിച്ച് കഴിഞ്ഞ് തീർന്നതും ചിലത് വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുന്നതൊക്കെയാണ്. ഈ കൊട്ടയിലൊക്കെ എല്ലാം വിളിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ നല്ല നല്ല അത്യാവശ്യം ഒരു 5-5.5 അടിയോളം വരുന്ന മീനുകളുമൊക്കെ നിറച്ചുകൊണ്ട് ഈ കൊട്ടയിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്.
ഇതെല്ലാം ലേലം വിളിച്ച് കഴിഞ്ഞ മീനുകളാണ് ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അത് ഒരു കൂട്ടം ആളുകൾ അവർ ചേർന്നെടുത്ത മീനുകളാണ് അങ്ങോട്ടെല്ലാം മാറ്റി വെച്ചിരിക്കുന്നത്, അവർക്ക് കൊണ്ടുപോകുന്ന എളുപ്പത്തിനും വണ്ടി വരാനുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയൊക്കെ ലോഡിങ് തൊഴിലാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരുടെ വെയിറ്റിങ്ങിൻ്റെ ആ നമ്പരും അതും ഇതുമെല്ലാം ഇട്ടതിന് ശേഷം മീൻ പൊതുവേ ലേലം വിളിച്ച് എടുക്കാൻ ആളുകൾ കുറവായിരുന്നു. അതുതന്നെയായിരുന്നു ഏറ്റവും വലിയൊരു പോരായ്മ. ഇന്ന് ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ മീൻ വിളിക്കാൻ ആളില്ല, അതുപോലെ മീനും വളരെ കുറവാണ്. ഇതെല്ലാം ലേലം വിളി കഴിഞ്ഞിട്ട് വണ്ടി കയറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഹാർബറിൽ തന്നെ ഓരോ ചേച്ചിമാർ മീൻ വിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് തന്നെ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഡ്രീം ട്രാവൽ ആർജെ.